Today we are going to start the new chapter Systems of Particle and Rotational Motion. നമ്മൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഡിസ്കഷൻ, അല്ലെങ്കിൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പം 1 ഡയമെൻഷണൽ മോഷൻ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പം പോയിന്റ് ഒബ്ജക്റ്റ് എന്നാണ് എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ സൈസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മളുടെ ഹെഡിങ് തന്നെ എന്താണ്? സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾ എന്നാണ്. സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത് ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ വി ആർ കൺസിഡറിങ് ദ ഓബ്ജക്റ്റ് ആസ് എ ഹോൾ. ഒന്നിച്ച് ഒരു ഓബ്ജക്റ്റിനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളുടെ ഡിസ്കഷൻ പോണത്. ഇതൊരു ഓബ്ജക്റ്റ് ആണ്. ഈ ഓബ്ജക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്ന് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഓരോ പാർട്ടിക്കിളും തമ്മിൽ പരസ്പരം ഒരു ഇന്റേണൽ ഫോഴ്സ് അനുഭവപ്പെടും. അങ്ങനെ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഇന്റേണൽ ഫോഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. പരസ്പരം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും ഈ ഓരോ പാർട്ടിക്കിളും പരസ്പരം എക്സർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾ the net internal force acting on the system will be equal to 0 എന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യണം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അപ്പം മാത്രമാണ് ആ ഓബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളെ കുറിച്ചാണ് നമുക്ക് ആസ് എ ഹോൾ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്റേണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസിൽ അത് 0 ആയിരിക്കും. എന്നാൽ ആ ബോഡി മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ബോഡി മുന്നോട്ട് പോകുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പം കറങ്ങുന്നതാണ് അല്ലേ. നമ്മൾ ലീനിയർ മോഷൻ ആണ് കഴിഞ്ഞ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ലീനിയർ മോഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഈ ഓബ്ജക്റ്റിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ ഉള്ള ഓബ്ജക്റ്റ് ഇപ്പോൾ എവിടെ എത്തി? ഇവിടെ എത്തി. അതാണ് ആ ഒരു ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഓബ്ജക്റ്റ്. അതിന് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തതിന്റെ ഫലമായിട്ട് ആ ഓബ്ജക്റ്റ് അതിന്റെ പൊസിഷനിൽ മാറ്റം സംഭവിച്ചു. അപ്പൊ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്ററി മോഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ട്രാൻസ്ലേറ്ററി മോഷൻ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, ആ ഓബ്ജക്റ്റ് മുന്നോട്ട് നീങ്ങി. സോ ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേറ്ററി മോഷൻ. എന്നാൽ ഈ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ ഫിക്സ് ചെയ്തു അല്ലെ, ഇതിന്റെ ആക്സിസ് നമ്മൾ ഫിക്സ് ചെയ്തു. ഈ ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്ത് ഇതിങ്ങനെ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്ത് ഒരു ഓബ്ജക്റ്റ് കറങ്ങുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ. കറങ്ങാണ് അല്ലെ. ഉരുണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റോളിംഗ് മോഷൻ എന്നാണ് പറയുന്നത്. റോളിംഗ് മോഷൻ അല്ലെ, റൊട്ടേഷണൽ മോഷൻ. അപ്പൊ റൊട്ടേഷണൽ മോഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആക്സിസ് ഫിക്സ് ചെയ്തിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മളുടെ വീട്ടിലുള്ള ഫാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഫിക്സഡ് ആക്സിസിലുണ്ട്. അതിന്റെ ലീഫ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ മോഷൻ നടക്കുന്നത്. സോ റൊട്ടേഷണൽ മോഷൻ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പോട്ട് മേക്കിംഗ് അല്ലെ, അതിനെ ഒരേറ്റ പൊസിഷനിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് അത് കറങ്ങുന്നത്. ടേബിൾ ഫാൻ നോക്കുകയാണെങ്കിൽ ടേബിൾ ഫാനിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, അതിന്റെ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇതുപോലൊരു സാധനം ഉണ്ടാവും അല്ലെ, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ആ കറങ്ങുന്ന പോയിന്റ്. അപ്പൊ ആ ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും അവിടെ ഒരു ഫിക്സഡ് പോയിന്റ്. അപ്പൊ ഈ ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെയും ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫാന് ഇങ്ങനെ, ടേബിൾ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ
റൊട്ടേഷണൽ മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം വി നീഡ് എ ഫിക്സഡ് ആക്സിസ് ആൻഡ് ദാറ്റ് ഫിക്സഡ് ആക്സിസ് ഈസ് കോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അല്ലേ? അപ്പോൾ നമ്മളൊരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇനിയോ അത് ഒരു പോയിന്റിലായിരിക്കും നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. അല്ലേ? ദ ആക്സിസ് ഈസ് ഫിക്സഡ് അറ്റ് എ പോയിന്റ്. ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആക്സിസ് ഫിക്സ് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും ആ ബോഡി കറങ്ങുക. ഇപ്പൊ ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിളിനെ ബേസ് ചെയ്ത് ആ പോയിന്റിലാണ് നമ്മൾ ആക്സിസ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒബ്ജക്റ്റ് കറങ്ങുക. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ആക്സിസ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തായിരിക്കും അപ്പോൾ ഇത് കറങ്ങും. ഇങ്ങനെ അപ്പോൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്താണോ നമ്മൾ ആക്സിസ് ഫിക്സ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ ദ ആക്സിസ് ഈസ് ഫിക്സഡ് അറ്റ് എ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് വി കോൾ ആസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അതായത് ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിലേക്കാണ് നമ്മൾ എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു ഓബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതിനെ ഒന്നിച്ചാണ് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതേസമയം ആ പാർട്ടിക്കിളിൽ ഒരുപാട് ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേസമയം ഫോഴ്സ് ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. ഇനി നമ്മളുടെ ഡിസ്കഷൻ നമ്മൾ കൊണ്ടുവരുമ്പം അതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് റിജിഡ് ബോഡി. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ഒരു പുറമേ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ആ ബലൂണ് പെട്ടെന്ന് പൊട്ടിക്കും. എന്നാൽ ഒരു റിജിഡ് ഓബ്ജക്റ്റിൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും അതിനെന്ത് സംഭവിക്കുന്നില്ല, ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള റിജിഡ് ഓബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ പഠനം. അപ്പോൾ റിജിഡ് ബോഡി ഇറ്റ് മസ്റ്റ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. ഇതിപ്പോൾ ഒരു ഓബ്ജക്റ്റ് എടുക്കുകയാണ്. ഇതിന്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ ഒന്നുകൂടി പറയണം. ഒരു റിജിഡ് ബോഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് ഈ ഒരു ഓബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ നമ്മളൊരു ആക്സിസ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണ്. ഈ ഓബ്ജക്റ്റ് കറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ ഇതിനെ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ ഒരു റേഡിയസ് നിലനിർത്തിക്കൊണ്ട് ഇതിനെ സെൻട്രൽ പോയിന്റ് നിന്നുകൊണ്ട് ഈ ഓബ്ജക്റ്റ് ഇങ്ങനെ ഈ ഒരു പാർട്ടിക്കിൾ ഈ ഓബ്ജക്റ്റ് കറങ്ങുന്ന സമയത്ത് ഈ ഒരു പാർട്ടിക്കിൾ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങും. ഈ ഒരു പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലും ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇത് കറങ്ങുക. ഈ ഒരു നമ്മൾ ഈ ബോഡി കറങ്ങുന്നതിനനുസരിച്ച് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ആക്സിസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർട്ടിക്കിൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒക്കെ സെന്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ആക്സിസിനാണുള്ള ഈ സെന്റർ ഓഫ് ദി പാർട്ടിക്കിൾ എന്നുള്ളത്. സോ ദ പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആൻഡ് ദ സെന്റർ ലൈസ് ഓൺ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു റിജിഡ് ഓബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് ഈ ഒരു ഓബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആ പാർട്ടിക്കിൾ ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് കറങ്ങുന്ന സമയത്ത് ഇതിന്റെ സെന്റർ ഈ ഒരു സർക്കുലർ പാത്തിന്റെ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ എടുത്തിട്ടുള്ള ഈ ആക്സിസിലാണ്. ഇതാണ്. അപ്പം ദ പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആൻഡ് ദ സെന്റർ ലൈസ് ഓൺ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതാണ് ഇപ്പൊ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ്, ദ പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. അതാണ് നമ്മളവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആൻഡ് ദ സെന്റർ ലൈസ് ഓൺ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു ആക്സിസും നമ്മൾ ഫിക്സ് ചെയ്തു.
അപ്പോൾ ഇത് ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാർട്ടിക്കിൾ ഇതിന് ഈ ഒബ്ജക്റ്റ് കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്ത് ആ പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്ത് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. ഇത് ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങും. അപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് സ്ഥിതി ചെയ്യുക എവിടെയാണ്? ഈ ആക്സിസിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പാർട്ടിക്കിൾ കറങ്ങുന്ന ഈ ഒരു റൊട്ടേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണ്. ഇതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾ, റൊട്ടേഷണൽ മോഷൻ, റിജിഡ് ബോഡി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇനീഷ്യലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുമ്പം ആദ്യം തന്നെ നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ആണ്. മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, വി ആർ ഡിസ്കസിങ് അബൌട്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ദാറ്റ് മീൻസ് ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്നാണ് ആ ഒബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒബ്ജക്റ്റ് കറങ്ങുന്നത്, റൊട്ടേഷണൽ മോഷൻ. അങ്ങനെ കറങ്ങുന്ന സമയത്ത് ആ പാർട്ടിക്കിൾ ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിലനിൽക്കുക. അതോടൊപ്പം തന്നെ ആ കറക്കത്തിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുക. ഡിസ്കഷന് വേണ്ടി നമ്മൾ എടുക്കുന്നത് റിജിഡ് ബോഡിയെ കുറിച്ചാണ്. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കയറാൻ പോണത്. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് അതായത് ഒരു തടിയനും ഒരു മെലിയനും കൂടി അടിയുണ്ടാക്കുകയാണ്. അങ്ങനെ സ്റ്റണ്ട് കൂടി വന്നു. അടിക്കിടയിൽ ഈ മെലിയൻ ഈ തടിയനെ തോൽപ്പിക്കാൻ. അപ്പൊ എങ്ങനെ ആയിരിക്കും ഈ തടിയനെ ഈ മെലിയൻ തോൽപ്പിച്ചിട്ടുണ്ടാവുക? അവിടെ ശരീരത്തിന്റെ പുക്കിൾ ഭാഗത്തില് അയാൾ ഒരു അല്ലെ മർമ്മം എന്ന് പറയുന്ന അവിടെ അല്ലെ ഒരു പിടിയാണ്ട് പിടിച്ചു. അതാണ് ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹോൾ മാസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇപ്പോൾ ഈ ഒരു സ്കെയില് നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ ഇവിടെ വെച്ച് നോക്കി, എനിക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഇങ്ങോട്ടേക്ക് താഴേക്ക് വീഴാണ് അല്ലേ. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വെച്ചു, അപ്പോൾ അവിടെയും എന്താ അവിടെയും അതെന്താണ് താഴോട്ട് വീഴാണ്. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വെച്ചു, അപ്പോഴും ഇത് താഴോട്ട് തന്നെ പോവാണ്. കുറച്ചുകൂടി ഇങ്ങോട്ടാക്കിയപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡിൽ അല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാണ്. അതേസമയം ഇങ്ങോട്ടേക്ക് വെച്ചപ്പോഴും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ നീക്കി നീക്കി പതുക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോൾ എനിക്കതിനെ കൃത്യമായിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ആ ബോഡിയുടെ ഹോൾ മാസ് നിലനിൽക്കുന്നതിന് കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിന് ആ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. കേസിൽ നമ്മുടെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ മർമ്മഭാഗമായ പുക്കിൾ ഭാഗത്ത് അല്ലേ. അതുപോലെ തന്നെ ഈ സ്കെയിലിന്റെ ഇപ്പോൾ ഹോൾ മാസ് പോയിന്റ് എവിടെയാണ്? ഇവിടെയാണ്. എന്നാൽ ഞാൻ ഇതിലേക്ക് മറ്റൊരു ഓബ്ജക്റ്റ് വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് താഴോട്ട് ചെരിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ പോയിന്റിലല്ല നമ്മുടെ ഹോൾ മാസ് ഓഫ് ദ ബോഡി. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് മൊത്തമായിട്ട് വീഴുന്നതായിട്ട്. എന്നാൽ ഞാൻ നീക്കി ഇതിനെ ഈ വലിയ ഓബ്ജക്റ്റ് ഉള്ള പോയിന്റിലേക്ക് തന്നെ നീക്കി കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കും ഈ ഒരു പോയിന്റിൽ വെക്കുമ്പോഴാണ് നമുക്കതിനെ കൃത്യമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ വന്ന ആ പോയിന്റിലല്ല ഇപ്പോൾ ഹോൾ മാസ് ഓഫ് ദ ബോഡി നിലനിന്നിട്ടുള്ളത്. എവിടേക്ക് നീങ്ങി? ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള മാസ് കൂടിയിട്ടുണ്ട് അല്ലെ. ഈ പോയിന്റിൽ അപ്പൊ മാസ് കൂടുതലാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സെന്റർ ഓഫ് മാസ് എന്നുള്ളത് വലിയ മാസുള്ള പോയിന്റിലേക്ക് നീങ്ങും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. പോയിന്റ് വേർ ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. പേര് പോലെ അത് സെന്ററിൽ തന്നെ ആവണമെന്നില്ല, മനസ്സിലായില്ലേ?
അതാണ് നമ്മൾ ഈ എക്സാമ്പിളിലൂടെ കണ്ടത്. സെന്റർ ഓഫ് മാസ് എപ്പോഴും എവിടെ ആവണമെന്നില്ല, സെന്ററിലാവണമെന്നില്ല. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് എവിടേക്കാണ് മൂവ് ചെയ്യുക? ഹെവിയർ മാസ് ഉള്ള പോയിന്റിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ പോയിന്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. സോ സെന്റർ ഓഫ് മാസ് മൂവ് ടുവേർഡ്സ് ഹെവിയർ മാസ്. ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു, ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എടുത്തത്. ഇപ്പോൾ ഈ ഉള്ള പാർട്ടിക്കിൾസിൽ ഒരു 5 പാർട്ടിക്കിളിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു അല്ലെ. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിൽ ഒരു ഫോഴ്സ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? മൂവ് ചെയ്തു അല്ലെ. എന്നാൽ ഞാൻ ഈ ഇപ്പൊ എല്ലാ ഭാഗത്തും എന്തുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതിനെ മൂവ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഈ ഒരു എല്ലാ പോയിന്റ്സിലും കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ മാറ്റാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഉള്ള പാർട്ടിക്കിളിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് ചെരിഞ്ഞു പോവാണ് അല്ലെ. ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിളിലേക്കാണ് കൊടുക്കുന്നത് എങ്കിൽ അത് വീണ്ടും ചെരിഞ്ഞു പോകണം. എന്നാൽ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ കൊടുത്ത അതേ ഫോഴ്സ് ഇപ്പോൾ ഒരൊറ്റ പോയിന്റിലേക്കാണ് നമ്മൾ കൊടുത്തത്. 5 പാർട്ടിക്കിൾസിൽ നേരത്തെ കൊടുത്തപ്പോൾ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ നേരത്തെ കൊടുത്തതെങ്കിൽ ആ 10 ന്യൂട്ടൺ ഫോഴ്സ് ഇപ്പോൾ ഒരു സിംഗിൾ പാർട്ടിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിലാണ് ആ ബോഡിയുടെ ടോട്ടൽ മാസ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സോ ദാറ്റ് we call as the center of mass, where the whole mass of the body is concentrated. ഇതാണ് center of mass. ആ center of mass എപ്പോഴും സെന്ററിലാവണം എന്നില്ല, അത് വലിയ മാസ് ഉള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ഇതിലേക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇവിടുന്ന് എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയുന്ന സമയത്ത് മൊമെന്റ് എന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യും. മൊമെന്റ് ഓഫ് എ ക്യാരക്ടറിസ്റ്റിക്. ഈ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പം അത് ഒരു മാസ് ആവാം, ഒരു ഫോഴ്സ് ആവാം, മൊമെന്റം, അങ്ങനെ എന്തും ആവാം. അതാണ് ആ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയേണ്ടത് മൊമെന്റ് ആണ്. മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ ആണ്. മൊമെന്റ് മീൻസ് ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഇതൊരു ഡോറാണ്. നമുക്കറിയാം ഡോർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതാണ് അവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഡോറ് കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. ഇനി ഞാനിപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഈ ഫിക്സഡ് ആക്സിസിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഡോറ് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആക്സിസിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ള പോയിന്റിലേക്കുള്ള അകലം വളരെ കുറവാണ്. എന്നാൽ ഞാൻ ഈ ഒരു പോയിന്റ് പിടിച്ചിട്ടാണ് ഡോറിനെ കറക്കണത് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ ഈ ഡോറിനെ കറക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം നമ്മൾ ഇൻക്രീസ് ചെയ്തു. ദ ഡിസ്റ്റൻസ് വി ഇൻക്രീസ്ഡ് അല്ലെ. അപ്പോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, എന്നാൽ ഡിസ്റ്റൻസ് കുറവായപ്പം കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഡിസ്റ്റൻസ് കൂട്ടിയപ്പോൾ വളരെ കുറച്ച് ഫോഴ്സ് മാത്രമേ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടതുള്ളൂ അല്ലെ, അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന അല്ലെ ആരാണ് അവിടെ നമ്മളെ കറങ്ങാൻ കൂടുതലായിട്ട് അവിടെ ആ ഒരു എളുപ്പം ആക്കി തീർത്തത് എങ്ങനെയാണ്? അതായത് ഹിഞ്ചസിൽ നിന്ന് അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ദൂരം നമ്മൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ മോഷൻ എളുപ്പമായത് അല്ലെ. വളരെ ഈസി ആയിട്ട് ആ ബോഡിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പം മൊമെന്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. അപ്പം ആ മൊമെന്റ് എന്നുള്ളത് അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റൊട്ടേഷണൽ മോഷൻ എളുപ്പമാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ദൂരം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്നതിനെയാണ്
ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊമെന്റ് എന്നുള്ള ടേം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു ആക്സിസ് ആണ്. ഇവിടെ ഒരു m1 മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇതിലേക്കുള്ള ദൂരം r1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ മൊമെന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. മൊമെന്റ്, ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് മാസ്. മൊമെന്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് മാസ് ഈസ് ഈക്വൽ ടു m1r1. മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെ, ഇവിടെ മാസ് എന്നുള്ളതാണ് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ടേം. മൊമെന്റ് ഓഫ് ഫോഴ്സ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം F1r1 അല്ലെ, F ഇൻറ്റു r1. അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ F1r1. അതിന്റെ വേറൊരു കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ട് പറയും. വെക്റ്റർ കൺസിഡറേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് പറയും. ഇപ്പൊ ഇത് മനസ്സിലാക്കുക, മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെയാണ്. അപ്പൊ മൊമെന്റ് ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് ഇൻറ്റു ദ മാസ് എന്നായിരിക്കും. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് ഇൻറ്റു ദ ഫോഴ്സ് എന്നായിരിക്കും. അതേപോലെ മൊമെന്റ് ഓഫ് മൊമെന്റം എന്നാണെങ്കിലോ, മൊമെന്റം എന്നുണ്ടെങ്കിൽ r ക്രോസ് r ഇൻറ്റു p അല്ലെ. അങ്ങനെ ആ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് മൊമെന്റ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടേം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷനെ കുറിച്ച് ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇഫക്റ്റ്, മൊമെന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. മൊമെന്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഏതാണ് മൊമെന്റ് എന്ന ടേമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ സെന്റർ ഓഫ് മാസിന് ഒരു ഇക്വേഷൻ എഴുതാൻ പോവാണ്. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ഇപ്പോഴും സെന്റർ ഓഫ് മാസ് സെന്ററിലല്ല, അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏത് പോയിന്റിലാണ് ഒരു വസ്തുവിന്റെ സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, ഈ ഓബ്ജക്റ്റിനെ ഒരു പോയിന്റിലൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്. ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് ഈ ഒരു ഓബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു m1 മാസുള്ള പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു m2 മാസുള്ള പാർട്ടിക്കിൾ ഉണ്ട്, m3 മാസുള്ള പാർട്ടിക്കിൾ ഉണ്ട്, m4 മാസുള്ള പാർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടങ്ങിയ ഒരു ഓബ്ജക്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആക്സിസിൽ നിന്ന് m1 പാർട്ടിക്കിളിലേക്കുള്ള അകലം r1, m2 പാർട്ടിക്കിളിലേക്കുള്ള അകലം r2, m3 പാർട്ടിക്കിളിലേക്കുള്ള അകലം r3, m4 പാർട്ടിക്കിളിലേക്കുള്ള അകലം r4. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊമെന്റ് ഓഫ് മാസ് എന്നുള്ളത് m1r1 പ്ലസ് m2r2 പ്ലസ് m3r3 പ്ലസ് m4r4 എന്നുള്ളതായിരിക്കും ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ടോട്ടൽ മൊമെന്റ് ഓഫ് മാസ് r1 പ്ലസ് m2r2. അങ്ങനെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് mn rn. ഇനി ഈ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണെന്ന് വിചാരിക്കുക. ഹിയർ ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസെൻട്രേറ്റഡ്. ആ സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണെങ്കിൽ അവിടുത്തെ മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്നുള്ളത് നമ്മൾ അപ്പോൾ എങ്ങനെ എഴുതും? അവിടുത്തെ ടോട്ടൽ മാസ് m ആണ്. അപ്പോൾ ആ m ഇൻറ്റു r എന്നുള്ളതായിരിക്കും മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു അതിലേക്കുള്ള അല്ലേ ആ ഒരു പോയിന്റിലാണ് ടോട്ടൽ മാസ് ഉള്ളത്. ആ മാസ് ഇൻറ്റു അതിലേക്കുള്ള ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തിന്റെ അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര mn എന്നുള്ളതായിരിക്കും അവിടുത്തെ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. വേർ m ഈസ് ഈക്വൽ ടു m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര പ്ലസ് mn. ഇതായിരിക്കും അപ്പൊ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഈ ബോഡിയുടെ ടോട്ടൽ മാസ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ആർ അല്ലെ, ആർ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്കറിയാം ദ ഡെഫിനിഷൻ പ്രകാരം വേർ ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ് എന്നാണ്. സോ വി ക്യാൻ റൈറ്റ് ഈ രണ്ട് ഇക്വേഷനും മൊമെന്റ് ഓഫ് മാസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് mr ഈസ് ഈക്വൽ ടു m1r1 പ്ലസ്
m2 r2 plus etc plus mn rn എന്ന് എഴുതാം. അതിൽ നിന്ന് r അല്ലേ ഏത് പൊസിഷനിലാണ് ആ ബോഡിയുടെ ടോട്ടൽ മാസ് കേന്ദ്രീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് m1 r1 പ്ലസ് m2 r2 പ്ലസ് എക്സെട്ര പ്ലസ് mn rn ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M എന്ന് എഴുതാം, അല്ലെങ്കിൽ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര mn എന്ന് എഴുതാം. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് പോയിന്റിലാണ് ആ ബോഡിയുടെ ടോട്ടൽ മാസ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. R is equal to m1 r1 plus m2 r2 plus etc mn rn whole divided by m, where m is equal to m1 plus m2 plus etc mn. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു രണ്ട് പോയിന്റ് എടുത്തിട്ടുണ്ട്. രണ്ട് മാസുള്ള ഓബ്ജക്ട്സ്, m1 മാസുള്ള ഓബ്ജക്റ്റ്, അതുപോലെ തന്നെ m2 മാസുള്ള ഓബ്ജക്റ്റ്. ഇതിൻ്റെ ഒറിജിൻ നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസ് ഈ പോയിന്റ് തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആക്സിസിൽ നിന്ന് m1ലേക്കുള്ള ദൂരം r1 ആണ്. പക്ഷെ അത് ആക്സിസിൽ തന്നെ സ്ഥിതി ചെയ്തതുകൊണ്ട് r1 എന്തായിട്ട് മാറും? 0 എടുക്കാം അല്ലേ. m2 എന്ന പാർട്ടിക്കിൾ സ്ഥിതി ചെയ്യുന്നത് ആക്സിസിൽ നിന്ന് ഒരു r2 ഡിസ്റ്റൻസിലാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? m2 r2. മൊമെന്റ് ഓഫ് മാസ് വിൽ ബി ഈക്വൽ ടു m2 r2. ഇനി സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഈ രണ്ട് പാർട്ടിക്കൾക്കിടയിലുള്ള ഈ ലൈനിൽ തന്നെ ആയിരിക്കും ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയാണ് ആ ഹോൾ ബോഡി ഓഫ് സെന്റർ ഓഫ് മാസ് കോൺസെൻട്രേറ്റഡ് എന്ന് വിചാരിക്കാം. അതിലേക്ക് ഈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഈ പോയിന്റ് ഏതാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമുക്കറിയാം m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോയിന്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക, ദ ഡിസ്റ്റൻസ് r ഈസ് ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. m1 ഇൻറ്റു r1 എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത്? ആക്സിസിലായതുകൊണ്ട് ആ വാല്യൂ 0. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആയി. പിന്നെ നമുക്കുള്ളത് m2 r2 എന്നാണ്. m2 r2. സോ m2 r അല്ലെങ്കിൽ ഇപ്പൊ r എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് m2 r ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പോയിന്റ് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ നമ്മൾ r എന്നതിന് പകരം നമ്മൾ ഇതിനെ l ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് അല്ലേ രണ്ട് ഈക്വൽ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. m ഒരേ മാസുള്ള രണ്ട് ഓബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇവിടെ m1 പ്ലസ് m2 എന്നതിന് പകരം m പ്ലസ് m എന്നായിട്ട് മാറും അല്ലെ. ഈക്വൽ മാസ് ഉള്ള ഓബ്ജക്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് m ആയിട്ട് മാറും, m ഇൻറ്റു r1 അല്ലേ, അത് 0 ആണ്. പ്ലസ് m2ന് പകരം m തന്നെയാണ്, m ഇൻറ്റു l ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് തന്നെ m1 പ്ലസ് m2 എന്നാണ്. m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 2m എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ml ഡിവൈഡഡ് ബൈ 2m. അപ്പോൾ ഈ m ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും സെന്റർ ഓഫ് മാസ് വരിക. സെന്റർ ഓഫ് മാസ് വിൽ മൂവ് ടു ഹാഫ് ഓഫ് ദിസ് ലൈൻ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ നമുക്ക് ഇക്വേഷൻ കണ്ടെത്താം. അപ്പൊ രണ്ട് പോയിന്റ് നമ്മൾ ഈക്വൽ മാസ് എടുത്താൽ ഏത് പോയിന്റിലാണ് അവിടുത്തെ സെന്റർ ഓഫ് മാസ് എന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് l/2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് അപ്പോൾ കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ ഇതുപോലെ ഇപ്പോ കൃത്യ പോയിന്റിൽ നിന്ന് എടുക്കാതെ ഇവിടെ m1 പാർട്ടിക്കിൾ ഒരു ആക്സിസ് മറ്റൊരു പോയിന്റിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്കുള്ള ദൂരം r1, അതേപോലെ തന്നെ ആക്സിസിൽ നിന്ന് ഈ സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലം r, രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള ദൂരം r2.
m1 r1. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ പൊസിഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ. ഇനി രണ്ട് മാസും നമ്മൾ ഈക്വൽ ആയിട്ട് എടുത്തത്. അപ്പൊ m1 ഈസ് ഈക്വൽ ടു m2 ഈസ് ഈക്വൽ ടു m ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? m r1 പ്ലസ് m r2 ഡിവൈഡഡ് ബൈ m2m അല്ലേ. അപ്പൊ ഈ m ക്യാൻസൽ ചെയ്ത് പോയി r1 പ്ലസ് r2 ബൈ 2 എന്നായിട്ട് മാറും. അപ്പൊ പകുതി ആയിട്ടുണ്ടാവും അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സെന്റർ ഓഫ് മാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഇപ്പൊ നമ്മളുടെ ഓബ്ജക്റ്റ് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് കറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സെട്ര mn xn ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. y ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ m1 y1 പ്ലസ് m2 y2 പ്ലസ് എക്സെട്ര m എന്നായിട്ട് എഴുതാം. z ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് കറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ m1 z1 പ്ലസ് m2 z. അപ്പൊ അങ്ങനെ കോർഡിനേറ്റ് ബേസ് ചെയ്ത് നമ്മൾ ഇതിനെടുത്താൽ നെറ്റ് അല്ലേ സം എന്നായിട്ടാണ് അവിടെ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. വി ആർ ഡിസ്കസിങ് ദ ചാപ്റ്റർ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾ. സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്ന് ഒരു ഓബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിനെയാണ് നമ്മൾ സിസ്റ്റമായിട്ട് എടുക്കുന്നത്. ഇനി ഡിസ്കഷന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്. റൊട്ടേഷണൽ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളൊരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ആ റൊട്ടേഷണൽ മോഷൻ നടക്കുന്നത്. അത് കൃത്യം സെന്ററിലൂടെ എന്നല്ല ആ ആക്സിസ് നമ്മൾ എടുക്കുന്നത്, പകരം ആ ഓബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ആക്സിസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ആ ഫിക്സ് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇനി എടുക്കുന്ന ഓബ്ജക്റ്റ് എന്നുള്ളത് ഒരു റിജിഡ് ബോഡി ആയിരിക്കണം. അതായത് അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് അതെന്ത് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ചെയ്ത് പോവില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഡിസ്കഷൻ നടത്തുന്നത്. ഇനി ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പം അവിടെ ഓരോ പാർട്ടിക്കിൾസ് തമ്മിലും ഓരോ ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. ആ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാൽ ആ ബോഡി മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓർത്തു വെക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് മൊമെന്റ് എന്നുള്ളതാണ്. ഈ മൊമെന്റ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. ആക്സിസിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. എന്നാൽ ഒരു ഫിക്സഡ് ആക്സിസിൽ നിന്ന് അകലം കൂട്ടുകയാണെങ്കിൽ റൊട്ടേഷൻ നടക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും കുറവായിരിക്കും. അപ്പം മൊമെന്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഇഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. അപ്പം ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേം എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ ഒന്നെങ്കിൽ മൊമെന്റ് ഓഫ് മാസ്, മൊമെന്റ് ഓഫ് ഫോഴ്സ്, മൊമെന്റ് ഓഫ് മൊമെന്റം, അങ്ങനെ തുടങ്ങിയ എല്ലാ ടേംസിൻ്റെയും കൂടെ ഒരു മൊമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇതുപോലെയുള്ള ക്വാണ്ടിറ്റികളുടെ കൂടെ വരുമ്പം മൊമെന്റ് എന്നുള്ളത് ഉപയോഗിക്കുമ്പം അവിടെ ഡിസ്റ്റൻസ് എന്നുള്ളതിനെ അതോടൊപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം മൊമെന്റ് ഓഫ് മാസ്, മാസ് ഇൻറ്റു അല്ലെ ഡിസ്റ്റൻസ് ഇൻറ്റു മാസ്. മൊമെന്റ് ഓഫ് ഫോഴ്സ്, ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. മൊമെന്റ് ഓഫ് മൊമെന്റം, ഡിസ്റ്റൻസ് ഇൻറ്റു മൊമെന്റം. അങ്ങനെ ആർ ഇൻറ്റു പി, ആർ ഇൻറ്റു എഫ്, ആർ ഇൻറ്റു എം എന്ന രീതിയിലാണ് ആ മൊമെന്റ് എന്നതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ അകലം, ആക്സിസിൽ നിന്നുള്ള അകലം, അതാണ്. ഇനി നമ്മൾ പിന്നെ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ ഹോൾ മാസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ സെന്റർ ഓഫ് മാസ് എപ്പോഴും സെന്ററിലാവണം എന്നില്ല. വലിയ മാസ് ഉള്ള പോയിന്റിലേക്ക് അത് മൂവ് ചെയ്യും. ആ
സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത് ഏത് കൺസേൺഡ് രണ്ട് മാസുകൾക്കിടയിലാണോ നമ്മൾ ഡിസ്കഷൻ കൊണ്ടുവരുന്നത് അവയ്ക്കിടയിലായിരിക്കും ആ സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആ സെന്റർ ഓഫ് മാസ് നമുക്ക് ഓരോ ഒബ്ജക്റ്റിനും അത് പൊസിഷൻ വ്യത്യാസപ്പെടും. അപ്പോൾ ഏത് പോയിന്റിലാണ് ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്താൻ നമ്മൾ എടുക്കുന്നത് R is equal to m1r1 plus m2r2 plus etc. mnrn divided by m എന്നുള്ളതാണ്. So that is about center of mass. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എങ്ങനെ, ആക്സലറേഷൻ എങ്ങനെ, മൊമെന്റം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.